അതോടൊപ്പം തന്നെ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന ഒരു സംഗതി കുറേ വർഷങ്ങളായിട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു മസാല ഐറ്റമാണ്, വിവാദ ഐറ്റമാണ്. അത് സംബന്ധിച്ച് അത് എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരു ഹാബിച്വൽ സെക്ഷൽ ഒഫൻഡർ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി പല ബിഗ് ഷോട്ടുകളുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. പുള്ളി നിരന്തരം എന്താ പറയുക, വിരുന്നുകൾ, നമ്മുടെ കണക്കുള്ള വിരുന്നുകളല്ല, പാർട്ടികൾ ഒക്കെ സംഘടിപ്പിക്കുമായിരുന്നു. ഈ പാർട്ടികളിലേക്ക് പല സിഇഒമാരെയും പൊളിറ്റിക്കൽ ബിഗ് ഷോട്ടുകളെയും അതുപോലെ തന്നെ വലിയ സിനിമാ നടന്മാരെ, ഗായകന്മാരെ, ഇവരെയൊക്കെ വിളിക്കുമായിരുന്നു. അവർക്കൊക്കെ മെയിൽ അയക്കുമായിരുന്നു. ഇതിൽ കുറെ പേര് വന്നിട്ടുണ്ട്. അവിടെ മദ്യവും ആഹാരവും മറ്റു ഫെസിലിറ്റീസും വിമാനങ്ങളിലുള്ള ജെറ്റുകളിലുള്ള സഞ്ചാരവും അതോടൊപ്പം തന്നെ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമായിട്ട് കരുതപ്പെടുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ആ പാർട്ടിക്ക് വരികയും അവരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്നും, അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ പിന്നീട് പരാതിയായിട്ട് വരികയും അപ്പോൾ ആ പരാതിയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കുറെ ആളുകൾ ഉണ്ടാകുകയും ഈ എപ്സ്റ്റീൻ 2008 ജയിലിൽ പോവുകയും പിന്നീട് പുറത്തു വരുന്നു, വീണ്ടും റീ അറസ്റ്റഡ് ആയിട്ട് ജയിലിൽ പോകുന്നു. 2019 പുള്ളി ജയിലിൽ കിടന്ന് മരിക്കുന്നു. ജയിലിൽ അപ്പോൾ ഈ മരണത്തെക്കുറിച്ച് ഒക്കെ ഇതുണ്ട്. അപ്പോൾ നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, അതുപോലെ തന്നെ ബിൽ ക്ലിന്റൺ, എക്സ് പ്രസിഡന്റുമാര് ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ഇവൻ പിന്നെ കുറെ ആളുകൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3.5 മില്യൺ പേജസ് ഉള്ള ഒരു റെക്കോർഡാണ്. പുള്ളിയുടെ ചാറ്റുകൾ, മെയിലുകൾ, പുള്ളിയുടെ വീഡിയോസ്, പുള്ളിയുടെ ഓർമ്മക്കുറിപ്പുകൾ, പുള്ളിയുടെ എന്താ പറയാ ബ്രാഗിങ്, ഇതൊക്കെ ഉൾപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിങ്ങനെ പാർഷ്യലായിട്ടായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ചത്. പിന്നെ ട്രംപ് ഇപ്പോൾ കൂടുതലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ട്രംപ് ഇതിനകത്തൊരു താരമാണ്. പക്ഷെ ട്രംപ് പറയുന്നത് പുള്ളിയായിട്ട് എനിക്ക് സഹകരണം ഉണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, പാർട്ടികൾക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഈ പറയുന്ന സെക്ഷൽ അലിഗേഷന് എനിക്ക് പങ്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ട്രംപ് അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പക്ഷെ പുള്ളിക്ക് ട്രംപിന് സെക്ഷൽ ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഈ പിഡോ ഫൈൽ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ എതിർപക്ഷത്തിന് കഴിഞ്ഞാൽ മാത്രമേ ഈ കേസിൽ ട്രംപിന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എനിവേ, ഇറ്റ്സ് ഇന്റേണൽ പൊളിറ്റിക്സ് ഓഫ് അമേരിക്ക. പിന്നെ അതെന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ പേര് പരാമർശിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പ്രതിപക്ഷം ഒരു മോശം ചുവയോടുകൂടി പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഇത് ആദ്യം എന്താണ്, എപ്സ്റ്റീൻ ഫയൽസിൽ മോദിയുടെ പേരും എന്നൊക്കെ പറഞ്ഞാണ് ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ വരുന്നത്. അപ്പോൾ ആളുകൾ കരുതും, എന്താണ് കരുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്കവാറും നമുക്കറിയാം, ഒരു മീം തന്നെ ഇട്ടാൽ, ഒരു വാർത്ത തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ വാചകം പോലും നോക്കാതെയാണ് നമ്മൾ കമന്റ് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ അഭിപ്രായങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പം എപ്സ്റ്റീൻ അറിയപ്പെടുന്നത് ഒരു എന്താ പറയുന്ന ഒരു പീഡോഫൈൽ കേസുകൾ ഉൾപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് എപ്സ്റ്റീൻ ഫയൽസ് അറിയപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് മോദിയുടെ പേര് വന്നു. അപ്പൊ മോദിയും ഇത്തരത്തിലുള്ള ഒരാളാണോ എന്നുള്ള ഒരു പ്രാരംഭമായിട്ടുള്ള ഒരു പ്രതീതി ഉണ്ടാകും. അപ്പം ആ പ്രതീതി ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ അർത്ഥം വെച്ചും ധ്വനി വെച്ചും ഒക്കെ ആളുകൾ സംസാരിക്കും. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അറ്റാക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപമോ ഒക്കെ ആയിട്ട് ആണ് യഥാർത്ഥത്തിൽ കാണേണ്ടത്. ഇവിടെ എങ്ങനെയാണ് ഈ മോദിയുടെ പേര് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോദിയെ കുറിച്ച് എപ്സ്റ്റീൻ ഒരു ഇമെയിലിൽ ഒരു പരാമർശം നടത്തി. മോദിയെ കുറിച്ച് ഒരു പരാമർശം നടത്തി, അതാണ് കേസ്. മോദി ഈ പുള്ളിയുടെ വിരുന്ന് സ്വീകരിച്ചെന്നോ പുള്ളിയുടെ ഫ്രണ്ട് ആയിരുന്നെന്നോ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നോ ഇതൊന്നുമല്ല, മോദിയെ കുറിച്ച് ഒരു പരാമർശം നടത്തി. അപ്പം എപ്സ്റ്റീൻ മോദിയെ കുറിച്ച് പരാമർശം നടത്തിയപ്പോൾ അതിനെന്താണ് അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എപ്സ്റ്റീൻ അങ്ങനെ പലരെ കുറിച്ചും പരാമർശം നടത്തിയിട്ടുണ്ട്. ഒരുപാട് വലിയ നേതാക്കളെ കുറിച്ച് പരാമർശം നടത്തിയിട്ടുണ്ട്. നാളെ വേണമെങ്കിൽ ഇപ്പോൾ ആരെ കുറിച്ച് വേണേലും നടത്താം. പുള്ളി ആക്ച്വലി ഒരു ബ്രാഗിങ് നേച്ചറായിരുന്നു. തനിക്കില്ലാത്ത പ്രാധാന്യം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് തൻ്റെ ബന്ധങ്ങളെ പെരുപ്പിച്ചു കാണിക്കുകയും തനിക്കില്ലാത്ത സ്വാധീനം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് വലിയ വലിയ ഭാവന പൂർണ്ണമായിട്ടുള്ള കഥകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ബഹുമിടുക്കനായിരുന്നു എപ്സ്റ്റീൻ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇത്തരത്തിലുള്ള ഈ ഫിക്സേഴ്സ് എന്നാണ് പറയേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അവരെ നമ്മൾ വിളിക്കുക നമ്മുടെ ഈ ചന്ദ്രസ്വാമി ഒക്കെ മോഡൽ, പണ്ട് ധീരേന്ദ്ര ബ്രഹ്മചാരി, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് അറിയാം. അല്ലെന്നുണ്ടെങ്കിൽ റാസ്പുട്ടിൻ വേണമെങ്കിൽ റഷ്യൻ
അമേരിക്കൻ റാസ്പുട്ടിനാണ് ശരിക്കും എപ്സ്റ്റീൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ ഇവര് ഈ ഉന്നത തലങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനും ലോകത്തെ മാറ്റാനും ആളുകളെ സ്വാധീനിക്കാനും ഇടനില നിൽക്കാനും ഒക്കെ തങ്ങൾക്ക് വളരെ കഴിവുകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലായിരിക്കും സംസാരിക്കുകയും എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുക. അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ വരും, അവരൊരു നെറ്റ്വർക്ക്, ഒരു ഇമാജിനറി നെറ്റ്വർക്ക് ഉണ്ടാക്കും. അത് വെച്ച് റിയൽ മണി ഉണ്ടാക്കും, റിയൽ പവർ ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. അങ്ങനെ ഒരാളായിരുന്നു കുപ്രസിദ്ധൻ എന്ന് വിളിക്കാവുന്ന എപ്സ്റ്റീൻ. എപ്സ്റ്റീൻ ഒരു ഒരു ഖത്താറി ആളിനോടാണ് എന്ന് പറയുന്നുണ്ട്. അയാൾക്കൊരു മെയിൽ അയച്ചതിൽ മോദി ട്രംപിനെ 2017 ട്രംപിനെ കണ്ടിട്ട് ഇസ്രായേലിൽ പോയി. അവിടെ പോയി ആടിയും പാടിയും വിജയിച്ചു എന്ന് ഞാൻ എൻ്റെ ഒറിജിനൽ ഇത് കാണിക്കാം. അങ്ങനെ അത് വർക്കായി എന്നാണ് പുള്ളി പറയുന്നത്. ഉപദേശം ഫലിച്ചു. ഈ ഉപദേശം ഫലിച്ചു എന്ന് പറഞ്ഞാൽ ഈ എപ്സ്റ്റീൻ്റെ ഉപദേശം ഫലിച്ചു എന്നുള്ള അർത്ഥത്തിൽ വേണേ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ട്രംപിനെ പോയി കണ്ടിട്ടാണ് മോഡി ഇസ്രായേലുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇസ്രായേലുമായിട്ടൊന്ന് ബന്ധപ്പെടൂ, അവിടെ ഒന്ന് ഒരു വിസിറ്റ് നടത്തൂ എന്ന് മോദി ട്രംപിനോട് പറയുകയും ട്രംപ് അവിടെ പോവുകയും ഈ ആടിയും പാടിയും എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ അവിടെ പോയി മോഡി ഡാൻസ് ചെയ്തു പാട്ട് പാടി എന്നുള്ള അർത്ഥത്തിലാവണമെന്നില്ല. ചിലപ്പോൾ ഒരു ഫ്രൈസ് എന്ന നിലയിൽ പറഞ്ഞായിരിക്കും അവിടെ പോയി ആളുകളെ സംസാരിച്ച് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ എടുത്താൽ മതിയാവും. അങ്ങനെ സംസാരിച്ചു, അങ്ങനെ അത് വർക്കായി, ഇന്ത്യ ഇസ്രായേലുമായിട്ടൊരു ബന്ധം ഉണ്ടായി എന്നാണ് അത് മൊത്തത്തിൽ വായിച്ചാൽ മനസ്സിലാവുന്നത്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ മോദി ഇസ്രായേലിൽ പോയി ആടി എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ പെട്ടെന്നല്ലേ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വാർത്ത വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്ന വഴി എന്ന് പറയുന്ന എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം. ഇപ്പൊ പലപ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു BJP അതുപോലെ തന്നെ പ്രതിപക്ഷം കോൺഗ്രസിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികൾ പൊതുവിൽ പ്രധാനമായിട്ടും BJP ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഈ പട്ടായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് സ്ഥിരം അവർ ഉന്നയിക്കാറുണ്ട്. ഇത് ഇത്തരത്തിലുള്ള വിലക്ഷണമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന, അതിന് മാർക്കറ്റുള്ള ഒരു രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ പൊളിറ്റിക്സ് ആണ് നമുക്കുള്ളത്. നമ്മുടെ ചാനലുകളൊക്കെ അതിൽ അഗ്രഗണ്യന്മാരാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ കാര്യങ്ങൾ പോയി. അല്ലാതെ മോദിയും ഇതുമായിട്ട് വേറെ ഒരു ബന്ധം ഞാൻ കാണുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം.